ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരുടെയും ഈ ഒരുമിച്ച് കൂടലിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതേവരെയും നാം നിർവഹിച്ച മുഴുവൻ ഇബാദാത്തു സ്വാലിഹാത്തുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിനെല്ലാം നാളെ ആഖിറത്തിൽ ഉന്നതമായ സ്വർഗം ലഭിക്കുവാൻ കാരണമാകുന്ന കർമ്മങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഇന്നേ വരെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും റഹ്മാനായ റബ്ബ് അവന്റെ മഹദൂർ ഫദ്ൽ കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും പരിപൂർണമായി റഹ്മാനായ റബ്ബിനെ ഇതാഅത്ത് ചെയ്ത് വണങ്ങി തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്ക് ഏവർക്കും അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബാദികൾ, മാതാപിതാക്കൾക്ക് അല്ലാഹു അവസരം നൽകട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ വേണ്ടപ്പെട്ടവരായ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദരങ്ങൾ ആരെല്ലാം ഈ പള്ളിയുടെ പള്ളിപ്പറമ്പിലും പരിസരങ്ങളിലും ഒക്കെയായി അന്ത്യവിശ്രമം കൊള്ളുന്നു, പരിസര ജമാഅത്തുകളിലായി അന്ത്യവിശ്രമം കൊള്ളുന്നു, അവരുടെ എല്ലാ ഖബറിടങ്ങളെയും അല്ലാഹു സ്വർഗീയ ആനന്ദത്തിന്റെ അനുഗ്രഹീത ഭവനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാകുന്ന നമ്മുടെ രാജ്യം അതിൻ്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരുണത്തിൽ എൻ്റെ മുമ്പിൽ കൂടിയ നിങ്ങൾക്കേവർക്കും, മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും എന്റെയും കരുനാഗപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെയും 1000 സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയുടെ പുലരി ഇന്ത്യയുടെ അഭിമാന സ്തംഭമായ ചെങ്കോട്ടയുടെ മുമ്പിൽ തടിച്ചുകൂടിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ഇന്ത്യൻ ജനതയുടെയും അകത്തളങ്ങളെ പുളകം കൊള്ളിച്ചുകൊണ്ട് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സാമ്രാജ്യത്വ സൈനിസ്റ്റ് ശക്തികളുടെ യൂണിയൻ ജാക്ക് പതാക ചെങ്കോട്ടയിൽ നിന്നും താഴേക്ക് വലിച്ചിറക്കി സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമൃദ്ധിയുടെയും ത്രിവർണ പതാക വാനിലേക്ക് ഉയർത്തി പാറി പറപ്പിച്ച ദിനത്തിന്റെ ഓർമ്മ ദിനം. അതാണ് ഓരോ ഓഗസ്റ്റ് 15-നും ഇന്ത്യയുടെ മുക്കുമൂലകളിലും വിദ്യാലയങ്ങളിലും ഓഫീസുകളിലും എല്ലാ പൊതുസ്ഥാപനങ്ങളുടെയും മുമ്പിൽ ഉയർത്തപ്പെടുന്ന പതാകയിലൂടെ ലോകത്തിന് മുമ്പിൽ വിളിച്ചോതുന്നത്. സമാനതകളില്ലാത്ത അത്യത്ഭുതകരമായ ഒരു വിജയമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും വിജയവുമൊക്കെ. ഒരുമയോടെ നിന്നിരുന്ന, ലോകത്ത് എത്രമാത്രം മതങ്ങളും ദർശനങ്ങളും വിഭിന്നങ്ങളായ ആശയധാരകളും ഒരുമിച്ച് എഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു ഭൂപ്രദേശം ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. 700 ചില്ലുവാനം വിശ്വാസങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മതങ്ങൾ പോലെ ഇതര വിശ്വാസങ്ങൾ ഒക്കെ ഇന്ത്യയിൽ വ്യാപകമായിട്ടുണ്ട്. 700 ചില്ലുവാനം വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന ജനങ്ങൾ ചേർന്ന 140 കോടി ജനങ്ങളാണ് ഇന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ഈ ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ എപ്പോഴും ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. ഇന്ത്യയുടെ നിലപാട് ലോക രാഷ്ട്രീയത്തിന്റെ നിലപാടായി ശ്രദ്ധിക്കപ്പെടുന്നതും അതുകൊണ്ടാണ്. ഇന്ത്യ എടുക്കുന്ന നടപടിയും നിലപാടും ലോക രാഷ്ട്രീയത്തിൽ ശക്തമായി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായകമാകും. ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലുള്ള അംഗങ്ങൾ പോലും യൂറോപ്പിലെ വലിയ രാജ്യങ്ങളായി നാം കേൾക്കുന്ന രാജ്യങ്ങളിൽ ഇല്ല എന്നതാണ് വസ്തുത. അത്രയും വിശാലതയുള്ള ഭൂപ്രകൃതി കൊണ്ടും ജനസമ്പത്ത് കൊണ്ടും ഏറ്റവും വലിയ സമ്പാദ്യങ്ങൾ കൊണ്ടും വിശാലമാണ് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം. ഈ രാജ്യം ഇന്നത്തെ പുലരി മുതൽ രാജ്യത്തിന്റെ വിവിധ മുക്കുമൂലകൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഏറെ വേദനയോടുകൂടി ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സ്മരണകളിൽ, പ്രഭാഷണങ്ങളിൽ ഉയരുന്ന ശബ്ദത്തിൽ ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സ്മരണയിലെ പ്രഭാഷണങ്ങളിൽ ഉയർന്നു കേൾക്കുന്നതൊക്കെയും വോട്ട് ചോരിയെയും വോട്ട് കൊള്ളയെയും ആ കൊള്ളയിലൂടെ അധികാരത്തിന്റെ കസേരയിലേക്ക് എത്തപ്പെട്ട വലിയൊരു കള്ളനെ കുറിച്ചുമാണ്. വലിയ കള്ളന്മാരുടെ ഒരു ഭരണകൂടത്തെ കുറിച്ചാണ്. വേദനയോടുകൂടി അല്ലാതെ ഓർക്കാനും പറയാനും കഴിയാത്ത വല്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുക. അത് ഇന്നത്തെ അഭിനവ ലോകത്തിന്റെ, ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയാണ്. എന്നാൽ ഇന്നലകളിൽ ഇന്ത്യ എന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ വിശാലതയുള്ള, ലോകത്തിലെ വലിപ്പത്തിലെ 7ാമത്തെ വലിപ്പത്തിൽ നിൽക്കുന്ന
ജനസംഖ്യയിൽ ഇന്ന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഇന്ത്യ എന്ന രാജ്യം, ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുമ്പോൾ അന്ന് ലോക ജനസംഖ്യയുടെ 50% ഇന്ത്യയിലാണുള്ളത്. ഈ 50% വരുന്ന ഇന്ത്യൻ ജനതയെ നയിച്ചിരുന്ന, ഇന്ത്യൻ ജനതയെ നിയന്ത്രിച്ചിരുന്നത് ലോക ജനസംഖ്യയുടെ കേവലം 2% മാത്രമുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യമായിരുന്നു. ഇന്ത്യയെ മാത്രമല്ല, അന്ന് ലോകത്തെ ഭൂരിപക്ഷം വരുന്ന ഭൂപ്രദേശങ്ങളെയും രാജ്യങ്ങളെയും നിയന്ത്രിച്ചിരുന്നത് ലോക ജനസംഖ്യയുടെ കേവലം 2% മാത്രമുള്ള, യൂറോപ്യൻ ജനതയുടെ കേവലം 10% മാത്രമുള്ള ഒരു ചെറിയ സമൂഹം, ഒരു ചെറിയ സംഘം, ഇവരായിരുന്നു അന്നത്തെ ലോകം മുഴുവനും നിയന്ത്രിച്ചിരുന്നത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് അവരെ കുറിച്ച് വിളിക്കപ്പെട്ടത് അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗത്ത് സൂര്യൻ ഉദിക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് അസ്തമിക്കുമ്പോഴും എല്ലാ സമയവും ഉദയസൂര്യന്റെ പ്രകാശത്തോടെ പ്രോജ്വലമായി നിന്നിരുന്ന നിരവധി രാജ്യങ്ങൾ ബ്രിട്ടന്റെ ഭരണത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്നു എന്നാണ്. അത്രയും വലിയ ശക്തിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അന്നത്തെ ലോക വാണിജ്യത്തിന്റെ 1/5 ഈ ബ്രിട്ടനാണ് നിയന്ത്രിച്ചിരുന്നത്. അന്നത്തെ ലോക വ്യവസായത്തിന്റെ 2/5 ഇവരുടെ കയ്യിലായിരുന്നു. അന്ന് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ പരിശോധിച്ചാൽ അതിൽ 3/5 പറന്നിരുന്നത് ബ്രിട്ടന്റെ പതാകയായിരുന്നു. ഇത്ര വലിയ ശക്തിയായി 2% വരുന്ന ആളുകൾ ലോകത്തെ 98% വരുന്ന ജനങ്ങളെ എങ്ങനെ നിയന്ത്രിച്ചിരുന്നു എന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം പറയപ്പെട്ടിരുന്ന ഇന്ത്യയുടെ ജനതയാകുന്ന നാം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം എന്നുള്ള സുന്ദരമായ വാക്യം ജീവിതത്തിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയാം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിനോ 1% വരുന്ന ആളുകൾക്കോ അധികാരികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യയിൽ അധികാരം ഉറപ്പിച്ച് വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവർക്കോ മാത്രം ലഭിക്കുന്ന സ്വാതന്ത്ര്യമല്ല സ്വാതന്ത്ര്യം. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും, മുഴുവൻ പ്രജകളുടെയും, മുഴുവൻ പൗരന്മാരുടെയും, മുഴുവൻ മനുഷ്യരുടെയും എല്ലാ വിധത്തിലുമുള്ള സ്വാതന്ത്ര്യമാണ്. അവസര സമത്വത്തിലും അവകാശങ്ങളിലും ഉദ്യോഗങ്ങളിലും സാമ്പത്തികത്തിലും അധികാരത്തിലും എന്നിവേണ്ട ഒരു രാജ്യത്തിന്റെ പ്രധാനമായ സർവമാന ഇടങ്ങളിലും തുല്യമായ പ്രാധാന്യത്തോടുകൂടി ഒരു രാജ്യത്തെ പൗരന്മാര് മുഴുവനും പരിഗണിക്കപ്പെടുമ്പോഴാണ് ആ രാജ്യം സ്വതന്ത്രമായി എന്ന് പറയാൻ കഴിയുക. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? 1750-കൾ മുതൽ തുടങ്ങുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം, ഈ ചരിത്രം തുടങ്ങുമ്പോൾ അവകാശം പറയാനും ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ ഒരടിസ്ഥാനവുമില്ലാതെ തിരികെ കയറ്റി പാർലമെന്റിന്റെ ചുമരുകളിൽ പോലും തൂക്കിയിടപ്പെട്ടെന്ന ചിത്രത്തിന്റെ പിക്ചറുകളുടെ പുറകിൽ വരുന്ന ആളുകൾ വാസ്തവത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ ഒറ്റിക്കൊടുത്ത ആളുകളായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിനോട് യാതൊരു തരത്തിലുമുള്ള ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത ആളുകൾ. ക്വിറ്റ് ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യയും ലോകവും അറിയുന്ന സമരം നടക്കുമ്പോൾ ഈ സമരം അടിച്ചമർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ബ്രിട്ടന്റെ വൈസ്രോയ്ക്ക് കത്തെഴുതിയ ശ്യാമപ്രസാദ് മുഖർജി തുടങ്ങി വെച്ച ഹിന്ദു മഹാസഭയുടെ അഭിനവ രൂപമാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രത്തിലുള്ളത്. അവരുടെ അഭിനവ രൂപമാണ് ആധുനിക ഇന്ത്യയെ നയിച്ചുകൊണ്ടിരിക്കുക. സ്വാതന്ത്ര്യ സമരത്തിന് ഒറ്റുകൊടുത്തവർ, അതിന്റെ പരിസരത്തൂടെ ഒറ്റുകാരായി കടന്നുപോയവർ, അവരെല്ലാവരും പിന്നീട് ഇന്നത്തെ ഇന്ത്യയിൽ അധികാരത്തിലേക്ക് എത്തി. വേറൊരു വിഭാഗം ഈ പറയപ്പെടുന്ന ഇന്നത്തെ അധികാരത്തിന് നേർക്ക് നേരെ കൈപ്പിടിൽ ഒതുക്കിയ ആളുകൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ യഥാർത്ഥ അവകാശികളായ മുസ്ലിമീങ്ങളെ ഏറ്റവും വലിയ ഭീകര വസ്തുക്കളായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഭാഗം ന്യൂനപക്ഷമാണെങ്കിലും അവരോടൊപ്പം ചേർന്ന് നിന്നവർ അവസാനത്തെ ആഴ്ചകളിലും 1947 അവസാന മാസങ്ങളിൽ പോലും പ്രത്യേകം കുർബാന നടത്തുകയായിരുന്നു പല ചർച്ചുകൾക്കുള്ളിലും. ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകരുതേ, അവർ പോകാതിരിക്കാനുള്ള പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തിയവർ, അവരെല്ലാമാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഭരണാധികാരികൾ. ഇന്ത്യ വിട്ട് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞവർ, അവരോട് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞവർ, അവരാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഭരണാധികാരികളെങ്കിൽ നമ്മുടെ രാജ്യം എത്തപ്പെട്ടിരിക്കുന്നതും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും അതിഭയാനകമായ ഒരു അവസ്ഥാന്തരീക്ഷത്തിലൂടെയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകിയിട്ടുള്ള സത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള വല്ലാത്തൊരു താല്പര്യം. എല്ലാവരും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദരവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തു, ഒരിക്കലും എന്റെ ഉമ്മത്ത് ബാത്തിലിന്റെ മേൽ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുകയില്ല. ഭൂരിപക്ഷം ജനങ്ങളും ബാത്തിലിനോടൊപ്പം ഒരുമിച്ച് കൂടുകയില്ല, അക്രമത്തിനോടൊപ്പം ഒരുമിച്ച് കൂടുകയില്ല. ഒന്ന് അറിയണം, ആലോചിക്കണം. 800 വർഷക്കാലമാണ് മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചത്. 800 വർഷക്കാലമാണ്.
ലോക ജനസംഖ്യയുടെ 2%, ലോകത്തെ ഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളെയും അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടൻ എന്ന രാജ്യത്തിന് മുട്ടുകുത്തിക്കുവാൻ കേവലം 2 നൂറ്റാണ്ട് കാലം കൊണ്ട് ഇന്ത്യൻ ജനത ഒരുമയോടെ ഏകോദര സഹോദരങ്ങളെ പോലെ തോളോട് തോളൊരുമി നിന്നുകൊണ്ട് അതിനെതിരെ സമരം മുഴക്കി. 1.5 നൂറ്റാണ്ടാണ് ഈ ബ്രിട്ടന്റെ കാപാലികർക്ക് ഇന്ത്യ നിയന്ത്രിക്കാനായത്. 1.5 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് അവർക്ക് സമാധാനത്തോടെ ഇന്ത്യയിൽ നിലനിൽക്കാൻ കഴിയില്ല. 1500 അവസാനത്തോടെ ഇന്ത്യയിൽ കടന്നു വന്നവർ 1750-കളാകുമ്പോൾ നിലനിൽപ്പ് ഭീഷണിയിലാകാൻ തുടങ്ങുകയാണ്. 1.5 അല്ലെങ്കിൽ 2 നൂറ്റാണ്ട് കാലമാണ് അവർക്ക് ഇവിടെ ഭരിക്കുവാനുള്ള ഏകദേശം ഒരു സാധ്യതയുണ്ടായത്. അത് കഴിഞ്ഞപ്പോൾ അവരുടെ ഭരണത്തിനെതിരെ ജനങ്ങൾ ഒന്നാകെ ഇളകാൻ തുടങ്ങി. എന്നാൽ 800 വർഷക്കാലമാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ഭരിച്ചത്. 800 വർഷക്കാലത്തെ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ഭരണം അവസാനിക്കുമ്പോൾ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന മഹാനായ ബഹദൂർ ഷാ സഫർ എന്ന മുഗൾ വംശത്തിന്റെ അവസാന ചക്രവർത്തി, ആ മനുഷ്യൻ വഫാത്തായി ഖബറടങ്ങിയിരിക്കുന്നത് ഇന്ത്യയുടെ മണ്ണിലല്ല, പരിസര രാജ്യമാകുന്ന സമീപ രാജ്യമാകുന്ന ഇന്നത്തെ മ്യാൻമറിലെ റങ്കൂണിലാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഖബറുള്ളത്. അദ്ദേഹം ഖബറടങ്ങാൻ വേണ്ടി എവിടേക്ക് പോയതല്ല, അദ്ദേഹം ഇവിടെ നിന്ന് ഒളിച്ചോടി പോയതല്ല, ആ രാജ്യം തേടി പോയതുമല്ല. പിന്നെയോ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പടപൊരുതിയ അവസാനം ഇവിടെ നിന്നും കുടിയൊഴിപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ നിന്ന് തടവുകാരനായി തന്നെയും മക്കളെയും കുടുംബത്തെയും പിടിച്ചു കൊണ്ടുപോയിട്ടാണ് റങ്കൂണിലേക്ക് കൊണ്ടുപോകപ്പെട്ടതെങ്കിൽ ആ സമരത്തിന്റെ തുടക്കം 800 വർഷക്കാലം ഇന്ത്യ ഭരിച്ച മുസ്ലിമീങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം തുടങ്ങുക. 1757 റോബർട്ട് ക്ലൈവ് സിറാജുദ്ദൗല എന്ന മുസ്ലിം ഭരണാധികാരിയെ പരാജയപ്പെടുത്തിയത് മുതൽ ആരംഭിച്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. ഈ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുമ്പോൾ 1 നൂറ്റാണ്ട് കാലത്തിനോട് അടുക്കുമ്പോഴും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പക്ഷത്ത് മുസ്ലിങ്ങളല്ലാത്ത എത്ര ശതമാനം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ധൈര്യസമേതം നമ്മളൊന്ന് ചോദിക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിലൊക്കെയും ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം 1857 എന്നാണ് പഠിപ്പിക്കപ്പെടുക. എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ 1ാമത്തെ യുദ്ധമായി അറിയപ്പെടുന്ന പ്ലാസി യുദ്ധം 1757 നടക്കുമ്പോൾ റോബർട്ട് ക്ലൈവിന്റെ മുമ്പിൽ പടപൊരുതുന്ന അവസാനം രക്തസാക്ഷിത്വം വഹിച്ച സിറാജുദ്ദൗലയുടെ 1 നൂറ്റാണ്ട് മുമ്പുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം തുടങ്ങുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യമായി സമരഗോതയിൽ ഇറങ്ങിയ മുസ്ലിമീങ്ങളായിരുന്നു എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. മഹാനായ ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി ഇന്ത്യയുടെ ഹദീസ് വിജ്ഞാനത്തിന്റെ മേഖലയിൽ ലോകത്തിന് സംഭാവന നൽകിയ മഹാൻ. ഇന്നും ഹദീസിന്റെ വിജ്ഞാനം ലോകത്തെ ഏറ്റവും വിപുലമായ രൂപത്തിൽ അതിന്റെ പഠനവും മനനവും ഗവേഷണവും നടക്കുന്നത് ഇന്ത്യയിലാണ്, ഉറുദു ഭാഷയിലാണ്. ആ ഉറുദു ഭാഷയിൽ ഹദീസിന്റെ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ വ്യാപനം നൽകുവാൻ പരിശ്രമിച്ച മഹാനായ ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി, മഹാരഥന്മാരായ സൂഫിയാക്കന്മാർ ഇന്ത്യയുടെ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഭരണം അവസാനിക്കാൻ തുടങ്ങുന്ന സമയം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിലയുറപ്പിക്കാൻ തുടങ്ങുന്ന കടുത്ത ശക്തമായ അക്രമ പരമ്പരകൾക്ക് തുടക്കം കുറിക്കുന്ന സമയം അവര് തിരിച്ചറിഞ്ഞു, ബ്രിട്ടീഷുകാരെന്ന പേരിൽ വന്നിരിക്കുന്നവർ ഇന്ത്യയിൽ ഏതെങ്കിലും കച്ചവടത്തിന് വേണ്ടി വന്നവരല്ല. സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസമ്പത്തുള്ള രാജ്യമാണ്. ഇന്ത്യൻ ജനതയുടെ നിലപാടും തീരുമാനങ്ങളും ലോക രാഷ്ട്രീയത്തിനെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സ്വാധീനം ലോക ശക്തിയായിട്ട് മാറുമെന്ന് മനസ്സിലാക്കിയ അന്നത്തെ സാമ്രാജ്യമാകുന്ന ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ മുമ്പിൽ നിരത്തപ്പെടുന്ന സുഗന്ധ വിജ്ഞാനങ്ങളും ഇന്ത്യയുടെ സമ്പത്തും കൊള്ളയടിക്കാൻ എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ ഇതിനപ്പുറം ചില കാര്യങ്ങൾ, ചില ന്യായങ്ങൾ കൂടിയുണ്ട്. അന്നത്തെ ലോക രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നത് മുസ്ലിമീങ്ങളാണ്. ഉസ്മാനിയ, ഒട്ടോമൻ, തുർക്കി ഖിലാഫത്തായിരുന്നു ലോക സാമ്രാജ്യം. അന്നത്തെ ലോകം നിയന്ത്രിച്ചിരുന്നവരാണ്. ഇന്നത്തെ ആധുനിക സാമ്രാജ്യങ്ങളെ പോലെയല്ല, മാന്യമായ എല്ലാ അവകാശങ്ങളും നൽകിക്കൊണ്ടാണ്. കഴിഞ്ഞ ദിവസത്തിന്റെ പത്രവാർത്തകൾ നമ്മളെ വീണ്ടും വേദനയിലേക്ക് കൊണ്ടുപോവുകയാണ്. നെതന്യാഹു എന്ന ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ കാപാലികൻ ഗ്രേറ്റർ ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഗ്രേറ്റർ ഇസ്രായേൽ എന്നാൽ അവരുടെ ഒരു വാഗ്ദത്ത, അവരുടെ സങ്കല്പത്തിലുള്ള ഒരു വിശാല ഇസ്രായേൽ ഉണ്ട്. ആ ഇസ്രായേൽ ഇന്നത്തെ അറബ് രാജ്യങ്ങളുടെ മധ്യത്തിലായി ഒതുങ്ങുന്ന കേവലം ഒരു ചെറിയ പൊട്ടുപോലെ, വാലുപോലെ കാണുന്ന ഒരു പ്രദേശമല്ല. അത് വികസിച്ച് വികസിച്ച് പരിശുദ്ധ മദീന, ത്വയ്യിബ ഉൾപ്പെടെ, സൗദി അറേബ്യയുടെ പകുതി ഭാഗം ഉൾപ്പെടെ, ഇറാഖിന്റെ പകുതി ഭാഗം ഉൾപ്പെടെ, സിറിയയുടെ ഭൂരിപക്ഷം ഭാഗം ഉൾപ്പെടെ, ജോർദാൻ പൂർണ്ണമായി, ഇന്നത്തെ ഈജിപ്തിന്റെ പകുതിയോളം, അങ്ങനെ പരിസരത്തുള്ള മിഡിൽ ഈസ്റ്റ് മുഴുവനും ഒന്നിച്ചു വരുന്ന ഒരു വലിയ വിശാലമായ ഗ്രേറ്റർ ഇസ്രായേൽ.
ആ ഗ്രേറ്റ് ഇസ്രായേലിന്റെ സമയമായി. അത് ദൈവികമായ പ്രഖ്യാപനമാണ്, ദൈവികമായ കൽപ്പനയാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഇതാ പ്രതിജ്ഞാബദ്ധരായി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച നെതന്യാഹു പറയുമ്പോ, ഈ നെതന്യാഹു ഇപ്രകാരം പറയുവാൻ അവരുടെ പിൻബലമായി നൽകുന്ന ജൂത സമുദായത്തിന്റെ 2000 വർഷക്കാലത്തെ ചരിത്രമെടുത്താൽ, ആ ജൂതന്മാര് മനസ്സമാധാനത്തോടെ ജീവിച്ച, ആട്ടി അകറ്റപ്പെടാതെ സന്തോഷത്തോടെ ജീവിച്ചൊരു കാലമുണ്ടെങ്കിൽ അത് ഒട്ടോമൻ, ഉസ്മാനിയ, തുർക്കി ഖിലാഫത്തിന്റെ പ്രദേശങ്ങളിലായിരുന്നു, മുസ്ലിം സമുദായത്തിന്റെ പ്രദേശങ്ങളിലായിരുന്നു. മുസ്ലിം സമുദായം ഭരണം നടത്തിയിരുന്ന കാലത്തിലായിരുന്നെങ്കിൽ നന്ദികേടും മാത്രമേ ഉമ്മത്തിനോട് ഉണ്ടായിട്ടുള്ളൂ. വലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനൂ അൽയഹൂദു വല്ലദീന അശ്റകൂ. അല്ലാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഇത് അവതരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ ലോകവിശ്വാസികളോട് ഖിയാമത്ത് വരെ പറയുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, വലതജിദന്ന അശദ്ദന്നാസി അദാവാ ലില്ലദീന ആമനൂ അൽയഹൂദു വല്ലദീന അശ്റകൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം, നിങ്ങളോട് ഏറ്റവും അധികം ശത്രുതയുള്ള ആളുകൾ വലതജിദന്ന അശദ്ദന്നാസി അദാവാ ലില്ലദീന ആമനൂ അൽയഹൂദ് വല്ലദീന അശ്റകൂ. യഹൂദികളായിരിക്കും. നിങ്ങളോട് ഏറ്റവും വലിയ ബദ്ധവൈരികൾ അവരായിരിക്കും, ഏറ്റവും വലിയ ശത്രുക്കൾ അവരായിരിക്കും. രണ്ടാമത് ബഹുദൈവ വിശ്വാസികളായ ആളുകളുമായിരിക്കും. കഴിഞ്ഞ നൂറ്റാണ്ടിനെ അപേക്ഷിച്ച് ഈ നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ ഇവർ രണ്ടും ഒന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ ബഹുദൈവ വിശ്വാസികളുള്ളത് ഇന്ത്യയിലാണ്. ആ ഇന്ത്യയും ഈ ആദ്യം പറയപ്പെട്ട യഹൂദികളും ഒന്നായി മാറി. സാമ്രാജ്യത്വ ശക്തി ഒന്നായി മാറി. ലോകശക്തികളെല്ലാം ഒന്നായി മാറി. എല്ലാവരുടെയും ശത്രു ഒരേ ഒരാൾ മാത്രമാണ്, മുസ്ലിമീങ്ങൾ മാത്രമാണ്. എല്ലാവരും ഒരേ കുടക്കീഴിലേക്ക് വരികയാണ്. എല്ലാവരും ശത്രുസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് മുസ്ലിമീങ്ങളെയാണ്. എന്തുകൊണ്ട്? ഉസ്മാനിയ തുർക്കി ഒട്ടോമൻ ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ അന്നത്തെ ബ്രിട്ടനും അവരുടെ സിൽബന്തികളും തിരിയുന്നതിന്റെ പിന്നിൽ ഇസ്ലാമിന്റെ കൃത്യമായ നിലപാടുകളായിരുന്നു, പരിശുദ്ധ ദീനിന്റെ സമഭാവനയുടെ കാഴ്ചപ്പാടുകളായിരുന്നു. 600 ചില്ലുവാനം വർഷക്കാലം മുസ്ലിമീങ്ങൾ ഖിലാഫത്ത് നടത്തി. ഇന്നത്തെ മ്യാൻമർ, ആ മ്യാൻമറിൽ 400 ചില്ലുവാനം വർഷക്കാലമാണ് മുസ്ലിമീങ്ങൾ ഭരണം നടത്തിയത്, ഖിലാഫത്ത് നടത്തിയത്. ഇന്നത്തെ അറേബ്യൻ രാജ്യങ്ങൾ 100 കണക്കിന് വർഷമാണ്. യൂറോപ്പിലെ സ്പെയിനിലും സിസിലിയിലും 700 ചില്ലുവാനം വർഷമാണ്. ഇത്രമാത്രം ദീർഘമായ കാലഘട്ടം ഭരണം നടത്തുമ്പോഴും ആ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവനും മുസ്ലിം ഭരണം, ഇസ്ലാമിക ഭരണം സ്വീകാര്യമായിരുന്നെങ്കിൽ ഇത്രമാത്രം കാലദൈർഘ്യത്തിൽ ഖിലാഫത്ത് അല്ലെങ്കിൽ ഇസ്ലാം ഭരണം നടത്തുവാൻ കഴിഞ്ഞ മറ്റേതെങ്കിലും ഒരു മതവിഭാഗം, ഏതെങ്കിലും ഒരു വിശ്വാസ വിഭാഗം ലോകത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാളെ കാണിക്കട്ടെ. 500 കൊല്ലത്തിനപ്പുറം ഭരണം നടത്തുവാൻ കഴിഞ്ഞ ലോക ജനതയെ, വിവിധ മതദർശന വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവർക്കെല്ലാവർക്കും നേതൃത്വം നൽകിക്കൊണ്ട് ജനങ്ങളെ നയിക്കുവാൻ കഴിഞ്ഞ ഒരു ഭരണകൂടം മറ്റാരെങ്കിലും ഈ ലോകത്തുണ്ടോ? ചരിത്രത്തിലുണ്ടെങ്കിൽ കാണിക്കട്ടെ. ഇല്ല എന്നായിരിക്കും നമുക്ക് ഉത്തരം പറയാൻ കഴിയുക. എന്തുകൊണ്ടാണ് അത് കഴിഞ്ഞത്? ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിമീങ്ങൾ ബലാത്കാരമായി ഇവിടെയുള്ള മറ്റു മതസ്ഥരെ മതപരിവർത്തനം നടത്തി എന്ന് പറയുന്നവർക്ക് അല്പമെങ്കിലും ചിന്തിക്കാൻ കഴിയുമെങ്കിൽ, അങ്ങനെ മതപരിവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഈ നാട്ടിൽ 200 കൊല്ലത്തിനേക്കാൾ പഴക്കമുള്ള എത്ര വിവിധ വിശ്വാസികളുടെ ആരാധനാലയങ്ങൾ ഉണ്ടാകുമായിരുന്നു? എത്ര ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടാകുമായിരുന്നു? എത്ര ശതമാനം ആകുമായിരുന്നു ഇവിടുത്തെ മുസ്ലിമീങ്ങൾ? നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ നാട്ടുകാരനായ ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം മഅദരിയുടെ പ്രഭാഷണങ്ങളിൽ ആകർഷണനായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മീയ പ്രഭാഷണം, രാഷ്ട്രീയമല്ല, അദ്ദേഹത്തിന്റെ ആത്മീയ പ്രഭാഷണങ്ങളിലൂടെ വല്ലാതെ ആകർഷണനായി തെക്കൻ കേരളത്തിൽ നിന്ന് മലബാർ വരെ യാത്ര ചെയ്തു പോയ ആളാണ്. അദ്ദേഹം യാത്ര ചെയ്തു പോയി, പലപ്പോഴും മതപ്രഭാഷണത്തിന് വേണ്ടി പോയി പരിചയപ്പെട്ട് ആ യാത്രയിൽ തന്നോടൊപ്പം അനുഗമിക്കുന്ന പുത്തൂർ സ്വദേശിയായ ആ മനുഷ്യൻ മഅദരിയോടൊപ്പം യാത്ര ചെയ്ത പല പള്ളികളിലും നമസ്കാരത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ കൂടെയുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും പള്ളിയിൽ കയറും. അവര് പള്ളിയിൽ കയറി നമസ്കരിച്ചിട്ട് ഇറങ്ങുമ്പോഴും നിരീശ്വരവാദിയായിരുന്ന, ഏകദേശം അദ്ദേഹത്തിന്റെ തിരിച്ചറിവിന്റെ കാലം വരെ നിരീശ്വരവാദിയായിരുന്ന ആ മനുഷ്യൻ പള്ളിയുടെ പുറത്തിരിക്കും. ആ പ്രഭാഷണങ്ങൾ ഒരുപാട് അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ സ്വാധീനം അദ്ദേഹത്തിന് അവസാനം തന്റെ നേതാവാകുന്ന ശ്രീനാരായണ ഗുരുവിലേക്കാണ് കൊണ്ടെത്തിച്ചത്. അവസാനം അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ശക്തനായ ഒരു വിശ്വാസിയായി മാറി. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുകയാണ്. ആ രൂപത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം, തന്റെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മഅദരിയുടെ പ്രഭാഷണത്തിലൂടെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലേക്കാണ് എത്താൻ കഴിഞ്ഞതെങ്കിൽ, ആ മഅദരിയെ ഫോളോ ചെയ്തുകൊണ്ട് വർഷങ്ങളോളം തന്റെ പ്രഭാഷണം, ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച സഹോദര സമുദായക്കാരന് മതപരിവർത്തനം നടത്താമായിരുന്നല്ലോ.
എന്തുകൊണ്ട് മതപരിവർത്തനത്തിന്റെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല? ഹമാസിന്റെ നിയന്ത്രണത്തിൽ മാസങ്ങളോളം കഴിഞ്ഞ ഇസ്രായേലിന്റെ തടവുപുള്ളികൾ പുറത്തു വരുമ്പോൾ ഇസ്രായേലിന്റെ തടവറയിൽ നിന്നും മോചിതരായ മനുഷ്യർ അസ്ഥിപഞ്ചരങ്ങളായി അസ്ഥികൂടങ്ങളായി പുറത്തു വരുമ്പോഴും ഹമാസിന്റെ തടവറയിൽ നിന്നും പുറത്തു വന്ന നല്ല ചുറുചുറുക്കുള്ള, നല്ല ശരീരവടിവുള്ള, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരികളും പുറത്തു വരുമ്പോൾ അവർക്ക് പറയാറുണ്ടായിരുന്നത്, ഹമാസിന്റെ പട്ടാളക്കാരുടെ നെറ്റിത്തടത്തിൽ ചുണ്ടുചുംബനം കൊടുത്തുകൊണ്ട് മടങ്ങിപ്പോകുമ്പോഴും ഒരിക്കൽ പോലും ബലാത്കാരമായി ഞങ്ങളുടെ മതത്തിലേക്ക് ചേർക്കാൻ അവരൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എങ്കിൽ 800 വർഷക്കാലവും ഇന്ത്യ ഭരിച്ച മുസ്ലിമീങ്ങൾ, ഇസ്ലാമിലേക്ക് ഒഴുകിയെത്തിയ പരിശുദ്ധ ദീനിന്റെ അനുയായികളായി മാറിയവർ ഈ നാട്ടിലെ സാധാരണക്കാരാണ്. ദുനിയാവ് മുഴുവനും അത് തന്നെയാണ്. പരിശുദ്ധമായ പവിത്രമായ മദീന ത്വയ്യിബയിൽ അശ്റഫുൽ നബിയുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുമ്പോൾ ഇവിടെ ബനൂ ഖുറൈളക്കാരുണ്ട്, ബനൂ നദീറുകാരുണ്ട്, ബനൂ ഖത്ഫാൻകാരുണ്ട്, മജൂസികളുണ്ട്, ഇതര വിശ്വാസികൾ ഒരുപാട് പേരുണ്ട്. എല്ലാ വിശ്വാസികളും ഉണ്ട്. ആ വിശ്വാസികൾക്കിടയിലാണ് മദീന ചാർട്ടർ ഉണ്ടാക്കുന്നത്. മദീനയുടെ സ്നേഹോഷ്മളമായ സന്ദേശം ലോകത്തിന് നൽകുന്നത് മദീനയിലാണ്. എല്ലാ വിശ്വാസികളും അവരവരുടെ വിശ്വാസങ്ങളിലായി നിലനിൽക്കുമ്പോഴും ഓരോരുത്തരും അവരവർ മനസ്സിലാക്കിയ സത്യം എന്താണോ അത് ജനങ്ങൾക്ക് മുമ്പിൽ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയ സത്യം അത് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് ഉൾക്കൊള്ളാതിരിക്കാം. അതിന്റെ പേരിൽ യാതൊരു ശത്രുതയും നമുക്കിടയിൽ വേണ്ട. അതാണ് മദീന ചാപ്റ്റർ. ഒരു ശത്രുതയും നമുക്കിടയിൽ ആവശ്യമില്ല. ഒരുമയോടെ കഴിഞ്ഞു പോകണം. എന്നാൽ നമ്മൾ മദീനക്കാരെന്നുള്ള നിലയിൽ നമ്മുടെ നാടിന്റെ പുറത്തു നിന്നും മദീനയെ ആക്രമിക്കാൻ ആരെങ്കിലും വന്നാൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം, മദീനയെ പ്രതിരോധിക്കണമെന്ന് പറഞ്ഞ ആ മദീനയുടെ ഐക്യത്തിന്റെ ചാപ്റ്റർ, ആ ചാപ്റ്ററിൽ ലോകത്തിന്റെ ജനാധിപത്യത്തിന്റെ ആദ്യത്തെ ചാപ്റ്ററാണ്. 45-ൽ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞു, UN വന്നു, ജനീവ കരാറെല്ലാം ഉണ്ടാകുന്നതിനെയും 1000 വർഷത്തിനപ്പുറമാണ് പരിശുദ്ധ മദീനയിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമയോടെ കഴിയുന്ന ഒരു നാട്. ആ നാട്ടിൽ വിശ്വാസങ്ങളും ആദർശങ്ങളും കാഴ്ചപ്പാടുകളും രാഷ്ട്രീയവും അവരവരുടേതായി നിലനിർത്തിക്കൊണ്ട് തന്നെ പരസ്പരം സഹകരണത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് അധികാരത്തിൽ ഉണ്ടാകേണ്ടതെന്ന് ലോകത്തിനെ പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമും മുസ്ലിമീങ്ങളും. ആ മുസ്ലിമീങ്ങളാണ് ഇന്ത്യയും ഇന്ത്യയാക്കി മാറ്റിയത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തു പോയിട്ടുള്ള നമ്മൾ ലോകത്തിന്റെ പല കോണുകളിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ, ഒരു വിദേശിയായ മനുഷ്യൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവൻ ആദ്യം ചോദിക്കുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? നരേന്ദ്രമോദിയെ കുറിച്ചോ? ഇന്ത്യയിൽ എനിക്ക് വരണം, എനിക്ക് കാണണം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാ? താജ്മഹൽ, കുത്തബ് മിനാർ, ചെങ്കോട്ട, 100 കണക്കിന് മനോഹരമായ സൗധങ്ങളാണെങ്കിൽ ആരാ താജ്മഹൽ ഉണ്ടാക്കിയത്? ആരാ കുത്തബ് മിനാർ ഉണ്ടാക്കിയത്? ഇന്ത്യയുടെ പോസ്റ്റൽ സംവിധാനം കൊണ്ടുവന്നത്, ഇന്ത്യയിലെ റേഷൻ സംവിധാനം കൊണ്ടുവന്നത്, ഇന്ത്യയിലെ ഡാമുകൾ പണിഞ്ഞ് പഠിപ്പിച്ചത്, ഇന്ത്യക്ക് സുന്ദരമായ കെട്ടിട സംസ്കാരം പഠിപ്പിച്ചത്, ആദ്യത്തെ നല്ല സുന്ദരമായ ആർക്കിടെക്ചറൽ വർക്കുകൾ പഠിപ്പിച്ചത്, ഇന്ത്യ ഇന്ന് കാണുന്ന വിപുലമായ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാന സ്ഫോടനങ്ങളൊക്കെ ഇന്ത്യക്ക് ഉണ്ടാക്കുവാൻ സഹായിച്ചത് ആര് എന്നത് ഇന്ത്യയുടെ ചരിത്രകാരന്മാർ നമുക്ക് പറഞ്ഞു തരും. ഇന്ത്യയാക്കി മാറ്റിയത് എന്റെയും നിങ്ങളുടെയും മുൻഗാമികളാണ്. നമ്മുടെ മുൻഗാമികളാണ് ഇന്ത്യയാക്കി മാറ്റിയത്. ഇന്ത്യയിലേക്ക് മുസ്ലിമീങ്ങൾ കടന്നു വരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് മഹാനായ മുഹമ്മദ് ബിൻ ഖാസിം, 17 വയസ്സുകാരനായ മുഹമ്മദ് ബിൻ ഖാസിം അന്നത്തെ ഇറാഖിലെ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഇന്ത്യയിലെ കാശ്മീരിൽ ഉണ്ടായിരുന്ന രാജാവുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞിട്ട് തന്റെ ദൗത്യം പൂർത്തീകരിച്ച് മടങ്ങിപ്പോകാൻ ഇറങ്ങുമ്പോൾ, അവരുടെ പട്ടാളക്കാർ തിരിഞ്ഞു നടക്കുമ്പോൾ ഇന്ത്യൻ ജനതയുടെ സാധാരണക്കാരായ ചെറുപ്പക്കാരികളായ സഹോദരിമാർ തങ്ങളുടെ മുക്കത്തിരുന്ന കൈക്കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് മുഹമ്മദ് ബിൻ ഖാസിം എന്ന ഇന്ത്യയിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്ന ഭരണാധികാരിയുടെ, ഇന്ത്യയിലേക്ക് കടന്നു വന്ന നേതാവിന്റെ വഴിയോരത്ത് ഇറങ്ങി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ കുഞ്ഞുങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് പറയാണ്, പ്രിയപ്പെട്ട നേതാവേ, അങ്ങ് ഞങ്ങളെ വിട്ടു പോകരുത്. അങ്ങ് ഞങ്ങളെ വിട്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലകളിൽ ഈ നാട്ടിൽ ജീവിച്ചതുപോലെ ഈ നാട്ടിലെ ഏറ്റവും അധസ്ഥിത വിഭാഗമായി ജീവിക്കേണ്ടി വരും. ഈ നാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തവരായി ജീവിച്ചവരാണ് നമ്മൾ. ഇവിടുത്തെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ വേണം, ഇവിടുത്തെ റോഡ് ഉണ്ടാക്കാൻ ഞങ്ങൾ വേണം, അവിടെ കയറി നടക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. വിദ്യാലയം ഉണ്ടാക്കാൻ ഞങ്ങൾ വേണം, അവിടെ പഠിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യമില്ല. അങ്ങനത്തെ കാലത്തിലാണ് ഞങ്ങൾ ജീവിക്കുക. മൃഗങ്ങളുടെ പരിഗണന പോലും കിട്ടാത്ത ചാതുർവർണ്ണയത്തിന്റെ ജാതി വ്യവസ്ഥയുടെ ക്രൂരമായ ഇരകളായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന് സ്വാതന്ത്ര്യത്തിന്റെ ജീവമായി ശ്വസിക്കാൻ കഴിഞ്ഞത് മുഹമ്മദ് ബിൻ ഖാസിമിന്റെ ഇന്ത്യയിലേക്കുള്ള വരവിനെ തുടർന്നാണ്. അറബികളുടെ ഇന്ത്യ വിജയത്തിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് മുസ്ലിമീങ്ങളല്ല, ഇന്ത്യയിലെ ഇതര മതസ്ഥരായ ആളുകൾ എഴുതിയ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. ആ സാധാരണക്കാരായ വിഭാഗങ്ങളിലുള്ള സഹോദരിമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെയുമായി വഴിയോരത്ത് വന്നു നിന്നുകൊണ്ട് പറഞ്ഞത്,
ഞങ്ങളെ വിട്ടു പോകരുതേ നിങ്ങൾ. നിങ്ങളുടെ വരവിന് ശേഷമാണ് മനുഷ്യത്വം ഞങ്ങൾക്ക് അംഗീകരിച്ചു കിട്ടിയത്. ഒരിക്കൽ ബോംബെയിലൂടെ യാത്ര ചെയ്യുമ്പോ സംഘപരിവാറിന്റെ സർസംഘ ചാലകായിരുന്ന സുദർശന്റെ ഒരു പ്രഭാഷണം കേൾക്കാനിടയായി. അദ്ദേഹം പറഞ്ഞു, മുസ്ലിമീങ്ങളോട് ഞങ്ങൾക്കുള്ള ശത്രുത ഒരൊറ്റ കാര്യത്തിന്റെ പേരിലാണ്. മുസ്ലിമീങ്ങളോട് ശത്രുത അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവരൊരൊറ്റ കാര്യത്തിന് തയ്യാറാകണം. ഇന്നലകളിൽ ഇന്ത്യ നിലനിന്നിരുന്ന അവസ്ഥയിൽ ഇന്ത്യയെ വിടുവാൻ അവർ തയ്യാറാകണം. ഇന്ത്യ എങ്ങനെയാണോ നൂറ്റാണ്ടുകൾ കഷ്ടപ്പെട്ട് ഇന്ത്യയിൽ വർണ്ണ വ്യവസ്ഥ എങ്ങനെയാണോ ഞങ്ങൾ പാടുപെട്ടുണ്ടാക്കിയെടുത്തത്, ആ വർണ്ണ വ്യവസ്ഥ നിലനിർത്തുവാൻ അനുവദിക്കണം. എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങളാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ ശത്രുക്കൾ എന്ന് സംഘപരിവാർ പറഞ്ഞത്, വിചാരധാര പറഞ്ഞത്? രണ്ടാമത്തെ ശത്രുക്കൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞത്, മൂന്നാമത്തെ ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ഇവരെല്ലാവരും പറഞ്ഞത് മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടുള്ള സംസാരമായിരുന്നു. മനുഷ്യരെ ഒന്നായി പരിഗണിക്കണം. അവിടെ വർഗവും വർണ്ണവും അധികാരവും രാഷ്ട്രീയവും ഇത് പരിഗണിക്കപ്പെടാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതപരമായ ഇവന്റെ ബാധ്യത കൂടിയാണ്. സംഘപരിവാറിന്റെ വാക്കിന്റെ മുമ്പിൽ ഒരു മുസ്ലിം അംഗീകരിച്ചു കൊടുത്താൽ പരിശുദ്ധ ദീനിനോട് പച്ചയായ ചതി ചെയ്തവനാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസാ, എല്ലാവരെയും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങൾ ഓരോരുത്തരെ ഓരോ വിഭാഗങ്ങളായി, കുടുംബങ്ങളായി, ഗോത്രങ്ങളായി വേർതിരിച്ചത് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ജാതി പറഞ്ഞ്, വർഗം പറഞ്ഞ്, വംശം പറഞ്ഞ് മേന്മ നടിക്കാനല്ല. തഖ്വ മാത്രമാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരുമയുടെ പ്രഖ്യാപനം നടത്തിയ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിലനിന്നിരുന്ന വർണ്ണ സംസ്കാരം തകർന്നുപോയി. മഹാനായ ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ കേരളത്തിലൂടെ യാത്ര ചെയ്തു വരുമ്പോൾ കുറെ സ്ത്രീകൾ മാറുമറയ്ക്കാതെ വഴിയോരത്ത് നിൽക്കുകയാണ്. എന്താ ഇവരെങ്ങനെ ചോദിച്ചപ്പോൾ, മാറുമറച്ചാൽ കപ്പം കൊടുക്കണം, അതാണ് ഈ നാട്ടിലെ നിയമം. അതിന് നികുതി കൊടുക്കണം, അത് ഇവിടത്തെ നാട്ടിലെ അലിഖിത നിയമമാണ്, ചിലരുണ്ടാക്കിയതാണ്. ശക്തമായി ഉത്തരവിട്ടു. എല്ലാവർക്കും ചേല കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വസ്ത്രം കൊടുത്തുകൊണ്ട് മുഴുവൻ സ്ത്രീകളെയും മാറുമറപ്പിച്ച ജാതി വ്യവസ്ഥയുടെ അക്രമത്തിന്റെ, മനുഷ്യത്വ രാഹിത്യത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത മഹാനായ ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ, ആ ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താന്റെ മുമ്പിൽ ഈ ബ്രിട്ടീഷ് പട്ടാളം 1799 വരെയും ഒരുപാട് വിയർത്തു. ആ വിയർപ്പിന്റെ നിന്നും അവരവസാനം ഇന്ത്യയിൽ നിലയുറപ്പിച്ചത്, ഇന്ത്യ കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ടിപ്പു സുൽത്താൻ വീണപ്പോഴാ. ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ ഷഹാദത്ത് വരിച്ചപ്പോഴാ വൈസ്രോയി പറഞ്ഞത് ഇന്ത്യ കീഴടങ്ങിയിരിക്കുന്നു. അങ്ങനെ കീഴടങ്ങുന്ന പ്രഖ്യാപനം നടത്താൻ ആ വൈസ്രോയിക്ക് സഹായം നൽകിയത് ഇന്ത്യയെ 2.2% വരുന്ന ലോക ജനസംഖ്യയുടെ 2.2% വരുന്ന ഒരു വിഭാഗം, യൂറോപ്പിന്റെ 10% വരുന്ന വിഭാഗമാകുന്ന ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ, ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്താൻ സഹായകമായത് ഇന്ത്യയിലെ തന്നെ 2 രാജവംശങ്ങളായിരുന്നു. ഒന്ന് മുസ്ലിം സമുദായത്തിലെ ഹൈദരാബാദ് നൈസാം, മറ്റൊന്ന് മറാഠി വിഭാഗത്തിലെ മറാഠികൾ. ഈ 2 വിഭാഗവും ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്നു. മഹാനായ ടിപ്പു സുൽത്താനെതിരെ നിലയുറപ്പിച്ചു. ഇന്ത്യ വീണു. തന്റെ ഏറ്റവും സാമന്തരായിരുന്ന ആളുകൾ തന്നെ ടിപ്പു സുൽത്താനെ ഒറ്റുകൊടുത്തുകൊണ്ടായിരുന്നു ഇന്ത്യ കീഴടക്കപ്പെട്ടതെങ്കിൽ അവസാന ശ്വാസം വരെയും മടർക്കളത്തിൽ പടവെട്ടി മരണപ്പെട്ട ഷഹാദത്ത് വരിച്ച മുസ്ലിം രക്തസാക്ഷികളുടെ ഇന്ത്യയാണ് ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഓർക്കാനുള്ളത്. 6 നൂറ്റാണ്ട് കാലത്ത് മുസ്ലിമീങ്ങളുടെ ഭരണം അവസാനിക്കുമ്പോൾ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ സഫർ, ആ മഹാനായ ബഹദൂർ ഷാ സഫറിനെയും തന്റെ മക്കളെയും ഇന്ത്യയിൽ നിന്ന് നാടുകടത്തി തൊട്ടടുത്ത രാജ്യമായ മ്യാൻമറിലെ റങ്കൂണിൽ കൊണ്ടുപോയി അവിടെ അവസാനം തൂക്കിലേറ്റാൻ വേണ്ടി നിർത്തുമ്പോൾ, ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കാനും തുടർ കാര്യങ്ങളിൽ സഹകരിക്കാനും തയ്യാറുണ്ടോ എന്ന് പറയുമ്പോൾ ഒരിക്കലും തയ്യാറല്ല എന്ന് പറഞ്ഞ് ശക്തമായ നിലപാടെടുത്ത മഹാനായ ബഹദൂർ ഷാ സഫറിന്റെ മുമ്പിൽ തന്റെ പ്രിയതമരായ ഭാര്യയും മക്കളുടെയും ശിരസ് ഛേദിച്ചുകൊണ്ട് കണ്ണുത്ത് നിൽക്കുന്ന ശിരസ്സുകൾ കൊണ്ടുവന്ന് ബഹദൂർ ഷാ സഫറിന്റെ മുമ്പിലേക്ക് വെച്ചിട്ട് ചോദിച്ചു, ഇനിയെങ്കിലും നിലപാടിൽ മാറ്റമുണ്ടോ? അപ്പോഴും പറഞ്ഞൊരു മാറ്റവുമില്ല, എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് തൂക്കുകയറിൽ രക്തസാക്ഷിത്വം വഹിച്ച് മരണപ്പെട്ട് കഴിയുമ്പോൾ ആ സമയത്ത് മുറുകെ പിടിച്ചിരുന്ന തന്റെ സഞ്ചി, ആ സഞ്ചിയുടെ ഉള്ളിൽ തന്റെ കൈവെള്ളയിൽ മുറുകെ പിടിച്ചിരുന്ന ആ കൈയുടെ ഉള്ളിൽ എന്താണെന്ന് നോക്കാൻ ബ്രിട്ടീഷ് പട്ടാളക്കാർ കൈ തുറന്നു നോക്കുമ്പോൾ ഒരു പിടി മണ്ണാണ് ഉണ്ടായിരുന്നത്. ആ മണ്ണിൽ ഒരു കത്തുമുണ്ടായിരുന്നു. എഴുതി വെച്ചിരുന്നതായിരുന്നു, ഇത് എന്റെ രാജ്യത്തിന്റെ മണ്ണാണ്, ഇന്ത്യയുടെ മണ്ണാണ്. ഞാൻ എവിടെയാണ് മരണപ്പെടുന്നതെങ്കിലും
എന്റെ ഖബറിന്റെ ഉള്ളിൽ എന്റെ തലക്കുമേൽ വെക്കുന്ന അവസാനത്തെ ഉരുള മണ്ണ് കിട്ടുമ്പോൾ അത് എന്റെ രാജ്യമാകുന്ന ഇന്ത്യയുടെ മണ്ണ് കൂടെ ചേർത്തുകൊണ്ടാകണം എന്റെ തലയിൽ ഈ മണ്ണ് വെക്കേണ്ടതെന്ന് പറഞ്ഞ ഈ രാജ്യത്തെയും ഇന്ത്യയും സ്നേഹിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ കാണിക്കാൻ സംഘപരിവാറുകാരന് കൃസംഖ്യകൾക്ക് ഇന്ത്യയിൽ നിന്ന് അധികാരത്തിലുള്ളവർക്ക് കാണാൻ കഴിയുമോ, പറയാൻ കഴിയുമോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇന്ത്യയാക്കി മാറ്റിയത് നമ്മളാണ്, മുസ്ലിമീങ്ങളാണ്. നമ്മുടെ ഒരു നൂറ്റാണ്ട് കാലത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് ഇന്നത്തെ സ്വാതന്ത്ര്യം അവകാശപ്പെടുന്ന ആളുകൾ മുഴുവനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്നതും അവസാനം അവരുടെ കൈകളിലേക്ക് ഇന്ത്യയുടെ അധികാരം എത്തുന്നതെങ്കിൽ അന്നും ഇന്നും എന്നും ഇന്ത്യക്ക് വേണ്ടി നിലനിന്നിട്ടുള്ള ഒരു സമുദായമാണ് നമ്മളെങ്കിൽ ആ നാം ഏറ്റവും വലിയ ഭീഷണിയിലാണുള്ളത്, ഏറ്റവും വലിയ ഭയപ്പാടിലാണുള്ളത്. ഒരു ഭയപ്പാടിന്റെയും ആവശ്യമില്ല. എന്തുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ, ധർമ്മത്തിന്റെ മാർഗത്തിൽ നിലയുറപ്പിക്കുവാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് ശക്തമായ സമരത്തിലേക്ക് ഇറങ്ങുവാൻ കഴിയുന്നില്ല എന്ന പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യം, ആ ചോദ്യം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരേണ്ട സമയമാണ്. പൗരന്റെ അവസാനത്തെ പിടിവള്ളിയായിരുന്ന കോടതികൾ പോലും പരമോന്നത നീതിപീഠം പോലും അക്രമികൾക്ക് കൂട്ടുനിൽക്കാൻ തുടങ്ങുന്നു എന്ന് വരുമ്പോൾ ഇന്ത്യയുടെ അവസാനത്തെ മനുഷ്യസ്നേഹി, മാനവസ്നേഹിയായ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയെ മുഴുവനും തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, നമ്മുടെ അവസാനത്തെ പിടിവള്ളിയാകുന്ന വോട്ട്, ആ വോട്ടിലാണ് കളങ്കം വന്നിരിക്കുന്നത്, ആ വോട്ടിനെയാണ് നിഷേധിച്ചിരിക്കുന്നത്, ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇന്ത്യൻ ജനതയെ ഒരുമിച്ച് കൂട്ടുന്നു എന്ന് വരുമ്പോൾ ആ പ്രഖ്യാപനത്തിൽ എല്ലാവരും അണിചേരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇന്ത്യ എന്ന സുന്ദരമായ മതേതര രാജ്യത്തിനെ നിലനിർത്തുവാൻ ആവശ്യമായ ഏത് പരിപാടി എവിടെ സംഘടിപ്പിച്ചാലും അതിൽ നമ്മൾ സന്നദ്ധരാകണം, അതിൽ നമ്മൾ സംഘടിക്കണം, അവിടെ നമ്മൾ ഇറങ്ങണം. അതൊരു മുസ്ലിമിന്റെ അന്നത്തെ കാലഘട്ടത്തിൽ ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി ഡൽഹിയിലെ മസ്ജിദിൽ നിന്നുകൊണ്ട് പൊതുജനത്തിനോട് ആഹ്വാനം ചെയ്തതുപോലെ ഓരോ പള്ളി മെമ്പറുകളും ഇന്ത്യൻ ജനതയോട്, മുസ്ലിം സമുദായത്തോട്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ നിലനിൽപ്പിനായി നമ്മളും രംഗത്തേക്ക് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങുമെന്നുള്ള പ്രഖ്യാപനത്തിന്റെ സാധ്യതകൾ കണ്ടപ്പോൾ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞു, ബീഹാറിൽ മാറ്റി നിർത്തപ്പെട്ട 65 ലക്ഷം വോട്ടർമാരെ എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്ന് വ്യക്തമാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം കൊടുത്തെങ്കിൽ കോടതികളും പൊതുജനം എവിടെ നിൽക്കുന്നു എന്നിടത്താണുള്ളത്. ഇത്തരുണത്തിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ സവർണ മാടമ്പി തമ്പുരാക്കന്മാർക്കാണ് സ്വാതന്ത്ര്യമുള്ളത്. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ സ്വാതന്ത്ര്യം നേടിയിട്ടില്ല. സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യമില്ലാത്തവരായി ജീവിക്കുകയാണ്. ഇവിടുത്തെ പട്ടികജാതക്കാർ, ദളിത്, പിന്നോക്ക വിഭാഗങ്ങൾ സ്വാതന്ത്ര്യമില്ലാത്തവരായി ജീവിക്കേണ്ടി വരികയാണ്. ആ നമ്മളാണ് ഇന്ത്യ ഉണ്ടാക്കിയതെങ്കിൽ വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയമായിട്ടുണ്ടാകാം. ഏത് സമരമാണ് ഇന്ത്യയുടെ മതേതര വിശ്വാസികളുടെ നേതൃത്വത്തിൽ വരുന്നതെങ്കിലും അവിടേക്ക് നമ്മൾ ഇറങ്ങണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇന്നലകൾ നമുക്ക് ഉണ്ടായിരുന്ന, ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഇന്നലകളിലെ ലോക ശ്രദ്ധയെ ആകർഷിച്ച മതേതര ജനാധിപത്യ ഇന്ത്യ, ആ ഇന്ത്യ തിരിച്ചു വരികയും ലോകത്തിന്റെ മുമ്പിൽ മാനവികതയുടെ, മൈത്രിയുടെ ഒരു സുന്ദരമായ സമ്മോഹനമായ സുദിനം സാധ്യമാക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.